ഡെലിവറി പെയിനിനെ ഓർക്കുമ്പോൾ ശരിക്കും പലർക്കും പേടിയാണ്. അതിപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി ആയിക്കൊള്ളണം എന്നില്ല, സെക്കൻഡോ തേർഡോ ഫോർത്തോ ആയാലും പലർക്കും നല്ല ഒട്ടുമിക്ക എല്ലാവർക്കും ഡെലിവറി പെയിനിനെ ഭയങ്കരമായി പേടിയാണ്. ഇപ്പോൾ കൂടുതലും നമ്മൾ പെയിൻലെസ് ഡെലിവറിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. എന്താണ് ഈ പെയിൻലെസ് ഡെലിവറി അഥവാ എന്താണ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ, ഇതിനെ പറ്റിയാണെന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പെയിൻ ഇല്ലാതെ, അതായത് ഡെലിവറി സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി ആവുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന പ്രസവ വേദന കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇല്ലാണ്ടിരിക്കാനോ നമ്മൾ കൊടുക്കുന്ന അനസ്തേഷ്യയാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. എപ്പിഡ്യൂറൽ അനാൽജസിയ എന്നാണ് അതിനെ കൂടുതൽ പറയുക. അനാൽജസിയ എന്ന് പറഞ്ഞാൽ പെയിൻ കുറയ്ക്കാനായി കൊടുക്കുന്ന മരുന്ന്. അപ്പോൾ ഇതും സ്പൈനൽ അനസ്തേഷ്യ, അതായത് നമ്മൾ സിസേറിയൻ്റെ സമയത്ത് ചെയ്യുന്ന നട്ടലിൽ വെക്കുന്ന ഇഞ്ചക്ഷൻ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇതിനെന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്, ഇത് കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പെയിൻ ഇല്ലാണ്ടിരിക്കുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എപ്പിഡ്യൂറൽ അനാൽജസിയെക്കുറിച്ചാണ്. ഇഫക്റ്റീവ് ആണോ എപ്പിഡ്യൂറൽ അനാൽജസിയ? ഏകദേശം 90 മുതൽ 95% വരെ എഫക്റ്റീവാണ്. അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ആര് ചെയ്യുന്നു? അനസ്തറ്റിസ്റ്റാണ് നമ്മൾ എപ്പിഡ്യൂറൽ അനാൽജസിയ കൊടുക്കുക. എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്പൈനൽ അനസ്തേഷ്യ, അതായത് സിസേറിയന് നമ്മൾ നട്ടലിൽ ഇഞ്ചക്ഷൻ വെച്ച്, നട്ടലിൻ്റെ ബാക്കിൽ ഇഞ്ചക്ഷൻ വെച്ച് ചെയ്യില്ലേ, അതുപോലെ തന്നെ ബാക്കിലൂടെ 2 നട്ടലിൻ്റെ എല്ലുകൾ തമ്മിലുള്ള സ്പേസ് വഴി ഇഞ്ചക്റ്റ് ചെയ്ത് നമ്മൾ സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ പുറമേ ഉള്ള ഒരു സ്പേസിലേക്ക് ഈ മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്നത്. അതായത് നട്ടലിൻ്റെ എല്ലിനും ഞരമ്പിൻ്റെ പുറത്തുള്ള കവറിനും ഇടയ്ക്കുള്ള സ്പേസിലാണ് നമ്മൾ ഈ മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ നടുവിൽ കൂടെ പോകുന്ന സ്പൈനൽ കോഡ് അഥവാ അതിനെ കവർ ചെയ്യുന്ന ഒരു ഡ്യൂറ എന്ന് പറയുന്ന ഒരു കവറിങ് ഉണ്ട്. അതിന് പുറമേ ആയിരിക്കും ഈ മരുന്ന് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു നീഡിൽ വഴി പതിയെ ആ സ്പേസിലേക്ക് ഒരു കത്തീറ്റർ അഥവാ ഒരു ചെറിയ ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയും ആ ട്യൂബ് വഴി ആദ്യം ഒരു വലിയ ബോളസ് ഡോസ്, അതായത് വലിയ ഡോസിൽ ഒരു മരുന്ന് കൊടുക്കും. അത് കഴിയുമ്പോൾ ഒരു 3 to 4 hours വരെ അത് ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോഴത്തേക്കിന് പെയിൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ പെയിൻ വരുന്നതനുസരിച്ച് നമ്മൾ ഒന്നുകിൽ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് അതുവഴി കൊടുത്തുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബോളസ് ഡോസ് ആയിട്ട് കൊടുക്കും. ഇതിനെയാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 90 to 95% ഇഫക്റ്റീവായിട്ട് വരാറുണ്ട്, പെയിൻ ഇല്ലാതിരിക്കാറുണ്ട്. ചിലർക്ക് കംപ്ലീറ്റ് ആയിട്ട് പെയിൻ റിലീഫ് കിട്ടാറുണ്ട്, ചിലർക്ക് ചെറിയ പെയിൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ ചിലപ്പോൾ ഇതിൻ്റെ കത്തീറ്ററിൻ്റെ സ്പേസിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരികയോ അല്ലെങ്കിൽ മരുന്ന് പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഞരമ്പുകളെ കൂടുതലായി തരിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സൈഡിൽ മാത്രം വേദന, ചിലപ്പം കാലുകൾക്ക് കൂടുതൽ കാലുകൾ പൊക്കാൻ പറ്റാതെ വരിക, കാലുകൾ അനക്കുമ്പോൾ അറിയാണ്ട് വരിക, അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ അതൊക്കെ വളരെ റെയറാണ്. കൂടുതലും പെയിൻ റിലീഫ് തന്നെയാണ് നമുക്ക് കിട്ടുക. അതും 95% ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ആരാണ് തരുന്നതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് തരുന്നതെന്ന് പറഞ്ഞു, ഇനി എപ്പോഴാണ് തരിക? ശരിക്കും പറഞ്ഞാൽ ഒരു ഡെലിവറിക്ക് കിടക്കുന്ന പെയിനായിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റ് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ എപ്പിഡ്യൂറൽ അനാൽജസിയ കൊടുക്കാം. പക്ഷെ സാധാരണ ഒരു വികസനമൊക്കെ ഒരു 3 സെൻറ്റിമീറ്റർ ആവുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് എപ്പിഡ്യൂറൽ അനാൽജസിയ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എപ്പിഡ്യൂറൽ ഞാൻ പറഞ്ഞു, ഈ ഫസ്റ്റ് കൊടുക്കുന്ന ഡോസ് ഏകദേശം 3 to 4 hours വരെ ഇഫക്റ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോളസ് ഡോസായിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് ഉള്ളിലേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ ഡ്രിപ്പ് വഴിയോ നമുക്ക് കൊടുക്കാം. ആ ചെറിയ ട്യൂബ് വഴിയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി കുഞ്ഞിൻ്റെ തല താഴെ എത്തി, അതായത് നമുക്ക് പുഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കുട്ടിയുടെ തല താഴെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ചിലർക്ക് പെയിൻ റിലീഫ് ഉണ്ടാവാറില്ല. ആ ഭാഗത്തുണ്ടാകുന്ന പെയിൻ അറിയാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ ചിലർക്ക് അതിൽ നിന്നും റിലീഫ് കിട്ടും. അങ്ങനെ ഉള്ളവരാണെങ്കിൽ എന്ത് സംഭവിക്കാം, നമുക്ക് ലാസ്റ്റ് സമയം ഫുൾ ഡയലറ്റേഷനായി ഫുൾ വികസനമായി പുഷ് ചെയ്യാനുള്ള സമയം ചിലപ്പോൾ അമ്മയ്ക്ക് അറിയാൻ പറ്റിയില്ല എന്ന് വരും. പലർക്കും ആ ഡയലറ്റേഷനായി കുട്ടി താഴെ എത്തുമ്പോൾ പുഷ് ചെയ്യണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് ചിലപ്പോൾ അറിയാൻ പറ്റാതെ വരും. കാരണം ഈ ഒരു പെയിൻ റിലീഫും ആ ഒരു പ്രഷർ ഫീലിങ്ങും അമ്മ അറിയത്തില്ല എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി ഇത് കാരണം എന്താണ് അഡ്വാൻറ്റേജസ്, ഇത് കാരണം എന്താണ് ഡിസഡ്വാൻറ്റേജസ്, അതായത് ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ, ഇത് കിട്ടാൽ എന്താണ് അഡ്വാൻറ്റേജ് മെയിൻ എന്ന് പറയുന്നത് പെയിൻ മാറിയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പെയിൻ ഇല്ലാണ്ട് നമുക്ക് പ്രസവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. ഈവൻ നമ്മൾ ചിലർക്ക് വജൈനൽ എക്സാമിനേഷൻ ചെയ്യുന്നത് പോലും ഭയങ്കര പേടിയാണ്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈസി ആയിട്ട് അവരെ ഡെലിവറി ആക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് PV ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൺസേൺസ്, അതായത് ആൻസൈറ്റി കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെർവൈക്കൽ ഡയലറ്റേഷൻ എപ്പിഡ്യൂറൽ ഇടുന്നവർക്ക് സംഭവിക്കാറുണ്ട്. മൂന്നെന്ന് പറയുന്നത് പെട്ടെന്ന് വികസനം വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോർമൽ ഡെലിവറി ആവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പേടി കുറവായതുകൊണ്ട് തന്നെ
നോർമൽ ഡെലിവറിക്കുള്ള സാധ്യത കൂടുതലുമായിരിക്കും. അങ്ങനെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സിസേറിയൻ, അതായത് പെയിൻ കാരണം ഉണ്ടാകുന്ന സഹിക്കാൻ പറ്റായിക എന്നുണ്ടാകുന്ന സിസേറിയൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് സിസേറിയൻ ആവുകയാണെങ്കിൽ തന്നെ, അതായത് വികസനം വന്നില്ല അല്ലെങ്കിൽ കുട്ടിയുടെ തല ഇറങ്ങിയില്ല, അത് കാരണം സിസേറിയൻ ആവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതേ അനസ്തേഷ്യ വെച്ച് തന്നെ നമുക്ക് കുറച്ചുകൂടെ മരുന്ന് ഇൻസേർട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൽ തന്നെ നമുക്ക് സിസേറിയനും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി എന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പിഡ്യൂറൽ അനസ്തേഷ്യ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അമ്മയുടെ BP ഫോള് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ BP ഫോള് വന്നാൽ കുട്ടിയിലോട്ടുള്ള രക്തോട്ടം കുറയാനും അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ ഹാർട്ട് ബീറ്റിന് അബ്നോർമാലിറ്റി വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് തടയാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രിപ്പ്, നോർമൽ സെലൈൻ ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് 1 പൈൻറ്റ് 2 പൈൻറ്റ് കൊടുക്കാറുണ്ട് അമ്മയ്ക്ക് നേരത്തെ തന്നെ, കാരണം BP ഫോള് വരാതിരിക്കാൻ വേണ്ടി. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, താഴെ എത്തിയാലും അമ്മയ്ക്ക് പുഷിങ് സെൻസേഷൻ ഉണ്ടാവില്ല. അപ്പോൾ പുഷ് ചെയ്യാനുള്ളൊരു ഫീലിംഗ് അമ്മയ്ക്ക് ഉണ്ടാവാതിരിക്കുകയും അത് കാരണം ചിലപ്പോൾ നമുക്ക് ഫോഴ്സസ് ഡെലിവറി അല്ലെങ്കിൽ വാക്കോ ഇട്ടൊക്കെ ഡെലിവറി ആക്കേണ്ട അവസ്ഥ വരാം. അതായത് ഇൻസ്ട്രുമെൻറ്റ് ഡെലിവറിക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നട്ടലിൻ്റെ അവിടെ ഇഞ്ചക്ഷൻ വെച്ച് സ്പൈനൽ അനസ്തേഷ്യ പോലെ തന്നെ ഇഞ്ചക്ഷൻ വെക്കുന്നത് കാരണം അവിടുത്തെ ഫ്ലൂയിഡ് നഷ്ടപ്പെടാനും അത് കാരണം സ്പൈനൽ അനസ്തേഷ്യയുടെ സിമിലർ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ, അതായത് തലവേദന വരാനുള്ള സാധ്യതയുണ്ട്. റയറാണ്, അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പിഡ്യൂറൽ അനസ്തേഷ്യയിൽ അങ്ങനെ തലവേദന കാണാറില്ല. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ്, അതായത് ബാക്കിൽ ഇഞ്ചക്ഷൻ വെച്ച് അവിടെ സ്റ്റെറൈലായിട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ റയറായിട്ട് ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അതും വളരെ റയറാണ്. എന്തു തന്നെയാണെങ്കിലും പെയിൻ കാരണം ഉണ്ടാകുന്ന സിസേറിയൻ സെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പിഡ്യൂറൽ അനാൽജസിയ വളരെ യൂസ്ഫുൾ ആണ്. ഒരുപാട് പേര്, അതായത് പെയിൻ പേടി കാരണം ഡെലിവറി വേണ്ട എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് നമുക്ക് എപ്പിഡ്യൂറൽ കൊടുത്തിട്ട് നമുക്ക് നോർമൽ ഡെലിവറി അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നന്ദി, നമസ്കാരം.